അയ്യപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സുത്തും കെട്ടി ശബരിമലക്ക് ആരെ അയ്യപ്പനെ പരീക്ഷിക്കാൻ 18 പോയി പെണ്ണുങ്ങൾ കയറി അനുഭവിച്ചോ. നമ്മൾ കാണാത്ത നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഞാൻ 60-61 വയസ്സുണ്ട്. ഞാൻ കാണാത്ത പ്രളയം ഉണ്ടായോ, എന്നെല്ലാം ദുരിതങ്ങളുണ്ടായി. പോയവരെല്ലാം എന്തിയേ? നമ്മളെ ഭരണകർത്താക്കളാണേലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നടന്ന് മുള്ളു ചവിട്ടി പോകണമെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. കഷ്ടത അനുഭവിച്ച് വന്നാലേ നീ ചെയ്ത ദുരിതങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശബരിമല പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്രയുടെ എരുമേലി മുതൽ പുതുശ്ശേരിത്താവളം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. പുതുശ്ശേരിത്താവളത്തിൽ നിന്നും കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ വഴി ശബരിമല വരെയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനത്തിനുള്ളിലെ 7 കോട്ടകളിലൊന്നാണ് കരിമലക്കോട്ട. ഉദയനൻ്റെ പ്രധാന കോട്ടകളിലൊന്നായിരുന്നു കരിമല. ഒരുപാട് കാഴ്ചകളും കഥകളും കരിമലയെ ബന്ധിച്ചുണ്ട്. അയ്യപ്പസ്വാമി കുഴിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു കിണറും കുളവുമൊക്കെ കരിമലയുടെ മുകളിലുണ്ട്. പമ്പയിലെത്തുന്നവർ ചെയ്യേണ്ട ആചാരങ്ങളും അതിൻ്റെ പിന്നിലെ കാര്യങ്ങളും കഥയും പ്രാധാന്യവും, കൂടാതെ പമ്പ ഗണപതി കോവിൽ മുതൽ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭാഗങ്ങളുടെയും പ്രത്യേകതകളും ശബരിമലയിലെ ഉപദേവതമാരുടെ പ്രാധാന്യങ്ങളുമൊക്കെ ഒരു പരിധിവരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പുതുശ്ശേരി താവളത്തിലെ മഞ്ഞ് മൂടിയ ഒരു പ്രഭാതം. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. നല്ല തണുപ്പും. 6 മണിയായപ്പോഴേക്കും താഴെ ആറ്റിൽ പോയി കുളിച്ച് തയ്യാറായി. ഈ പുതുശ്ശേരിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഉദയനൻ്റെ കൂട്ടാളികളിൽ ഒരാളായ പുതുശ്ശേരി മുണ്ടനെ വധിച്ചത് ഇവിടെ വെച്ചാണെന്നും ഒരു കഥയുണ്ട്. 7 മണിയായപ്പോഴേക്കും വിരിപ്പന്തലിൽ നിന്നും ഒരു ചായയും കുടിച്ച് യാത്ര തുടങ്ങി. ഇവിടെ വെച്ചാണ് സെബാസ്റ്റ്യൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആള് 10-20 വർഷങ്ങളായി സ്ഥിരം ഇവിടെ വിരിപ്പന്തലുമായി ഉണ്ടാവും. ആളൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ശബരിമലയെ സംബന്ധിച്ചുള്ള സകല ചരിത്രവും ആശാൻ അറിയാം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ എത്ര കാലമായി? ഇവിടെ ഇപ്പോൾ 80 തൊട്ട് കച്ചവടക്കാർ. ഓ, അത് ശരി. നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് എരുമേലിയിൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊന്ന് ക്രമമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാവുന്ന ഉചിതമായ മറുപടി പറയാം. ഒന്ന് പറയാമോ? എരുമേലി പേരുത്തോട്, നിങ്ങളെ മലയിലിട്ട് വരുന്നത് പേരുത്തോട്. അവിടുന്ന് ഇരുമൂന്നിക്കര, അവിടുന്ന് കാളകെട്ടി, അത് ഇപ്പം കാളകെട്ടിയായ, അവിടുന്ന് കാളകെട്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ നടന്ന് കഴിയുമ്പോഴത്തേന് അഴുതക്കടവ് വന്നാൽ ഞങ്ങൾ കുളിച്ചിട്ട് അവിടുന്ന് കല്ലെടുത്തുകൊണ്ട് നേരെ കല്ലിടാംകുന്ന് കയറുന്നു. കല്ലിടാംകുന്ന് കഴിയുമ്പോൾ ഇഞ്ചിപ്പാറക്കോട്ട താഴോട്ട് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് മുക്കുഴിയിൽ നിങ്ങൾ 8 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നു, പുതുശ്ശേരി വരുന്നു. നീ അതിൻ്റെ ഇടയ്ക്കുള്ള താവളങ്ങൾ മുക്കുഴി മെയിൻ താവളം കണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും വള്ളിത്തോട്, ആ വെള്ളം കിടക്കുന്നിടം വള്ളിത്തോട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന കട്ടകുത്തി കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേനും ഒരു ലെവൽ വരും. അവിടെ നിന്ന് പിന്നെ വരുന്ന വെള്ളാറഞ്ചറ്റം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കല്ല് കൂട്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുറച്ച് കടകൾ നിൽക്കുന്നില്ല, അത് വെള്ളാറഞ്ചേറ്റയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പുതുശ്ശേരി എൻട്രാണ്. അവിടെ കണ്ടോ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾ കല്ലാന്തോട്ടിൽ നിന്ന് നിങ്ങൾ കയറുന്ന കരിമല 1, 2, 3, 4 എന്ന് പറഞ്ഞ് കയറുന്നു. പുതുശ്ശേരിയിൽ നിന്ന് 4 കിലോമീറ്റർ കരിമലയെ തോപ്പ് കയറി കഴിഞ്ഞ് പിന്നെ ഇറക്കം എന്ന് പറഞ്ഞാൽ
ഉളിയമ്പുഴ നിങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന വെള്ളിയാനവട്ടത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ചെറിയാനവട്ടത്തിൽ നിങ്ങൾ പമ്പയിലേക്ക് ഗണപതി കോവിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ശബരിമല 4 കിലോമീറ്റർ. അപ്പോൾ ഈ തിരുവാഭരണപാത ഏത് റൂട്ടിലാണ്? അത് ഇതിലേ അല്ല, അത് വടിശ്ശേരിക്കട കൂടി ലാഹ കൂടിയാണ് വരുന്നത്. പന്തളത്തു നിന്ന് വരുന്ന ലാഹ കൂടിയാണ് വരുന്നത്. ഇതിലേ അല്ല, അത് വന്ന് അട്ടത്തോട്ടി കയറും. അട്ടത്തോട്ടിൽ നിന്നാണ് സന്നിധാനത്തേക്ക് അവിടുന്നാണ് പോകുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അയ്യപ്പൻ നടന്നു വന്ന വഴിയെന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് ഇതാണ്. ഈ റൂട്ടാണ് അയ്യപ്പൻ 4500 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർത്തോണം. എന്നോട് വന്നിട്ട് സ്വാമിമാർ ചോദിക്കും അയ്യപ്പനെല്ലാം നടന്നു പോയി. ഞാൻ നേരം മറുപടി പറയുന്നത് ഞാൻ ജനിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മളിത് പറഞ്ഞുള്ള പുരാണ കഥകളാണ് പറയുന്നത്. അന്ന് ഇവിടെ മലമൂപ്പനാണ് അയ്യപ്പനെ വഴി കാണിച്ചു കൊണ്ടുവന്നത്. ഇവിടെ വന്ന് പുളിശ്ശേരി കൂട്ടി കഴിക്കുന്ന പുതുശ്ശേരിയിൽ നിന്നാണ്. ഇവിടുന്ന് കരിമല ചെന്നപ്പോൾ പരിവാലങ്ങൾക്ക് വെള്ളമില്ല. കരിയില ചവിട്ടിയാണ് കല്ലാന്തോട് കയറുന്നത്. അപ്പോൾ അവിടെ കല്ലാന്തോടെന്ന് പേര് കിട്ടി. അവിടുന്ന് കരിമല ചെന്നപ്പം വെള്ളമില്ല കുടിക്കാൻ. അപ്പം അയ്യപ്പൻ്റെ ആവനാഴി നമ്പെടുത്ത് എഴുതപ്പോൾ അവിടെ വെള്ളം കിട്ടി. അതാണ് അവിടെ കരിമലയിലെ ഐതിഹ്യം. അപ്പം കെട്ടെടുത്തുകൊണ്ട് പോകുന്ന മാന്യമായ രീതിയിൽ കൊണ്ടുപോകും. അത് ഊതിപ്പുറയിൽ കെട്ടിയിട്ടുകൊണ്ട് പോകാതിരിക്കും. ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം ആനയുണ്ടോ കടുവ ഉണ്ടോ? ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് കോട് കാലയിലിരുന്നുകൊണ്ടാണ് ശരണം വിളിക്കുന്നത്. സ്വാമിയെ അയ്യപ്പോ കാലിക്കുമെത്തേന്ന് പറഞ്ഞു. നടന്ന് മുള്ളു ചവിട്ടി പോകണമെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. കഷ്ടത അനുഭവിച്ച് വന്നാലേ നീ ചെയ്ത ദുരിതങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. നമ്മളെന്തിനാ പോകുന്നത്? ആരും അങ്ങോട്ട് ചെല്ലണമെന്നൊന്നും ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. അയ്യപ്പൻ അന്ന് ഞങ്ങളുടെ നാട്ടിലാണ് മഹർഷിയെ കൊന്നത്. മഹർഷിയെ കൊന്നിട്ട് മഹർഷിയോട് പറഞ്ഞത് തന്നെ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. മഹർഷിയോട് പറഞ്ഞത് എന്ന് കന്യായ്യപ്പനില്ലാത്ത കാലം നീ വേളി കഴിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നാമത്തിൽ പറയുന്ന വേളി കഴിക്കാമെന്നാണ് പറയുന്നത്. വേളി കഴിച്ച് 7-ാം തീയതി കുട്ടൻ കുരവയായിട്ട് ശരംകുത്തി വരും. ശരംകുത്തി വന്നു കഴിഞ്ഞാൽ ഈ ശരവും ഈ കറുപ്പ് പൂജയും കഴിയുമ്പോൾ പിന്നെ കരഞ്ഞു പോവുക അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. ഏതെങ്കിലും കൊള്ളം കന്യായ്യപ്പന്മാരില്ലാത്ത കൊല്ലം ഉണ്ടോ? വർദ്ധിക്കുമല്ലേ. ഇത് ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. നിങ്ങളെക്കാളും ഉള്ള ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. കലികാലപുത്രൻ അയ്യപ്പനെ പരീക്ഷിക്കാൻ 18 പോയി പെണ്ണുങ്ങൾ കയറി അനുഭവിച്ചോ. നമ്മൾ കാണാത്ത നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഞാൻ 60-61 വയസ്സുണ്ട്. ഞാൻ കാണാത്ത പ്രളയം ഉണ്ടായോ? എന്നെല്ലാം ദുരിതങ്ങളുണ്ടായി. പോയവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ ഭരണകർത്താക്കളാണേലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പരീക്ഷിക്കാൻ പോയത്. അതിൻ്റെ ഗതി നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കേട്ടേക്കുന്നത് വസൂരിയാണ് കേട്ടേക്കുന്നത്. നമ്മളെന്ത് മാരകമായ രോഗത്തിൽ നമ്മൾ കിടന്നു. എത്ര ജനങ്ങൾ പോയി. ഡോക്ടർമാർ പോയില്ലേ, എഞ്ചിനീയർമാർ പോയില്ലേ, ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ പോയില്ലേ? അതല്ല നമ്മുടെ ഭഗവാനെ കരുതി പോകും. ഒരു ആഡംബരവും കാണിക്കാൻ അയ്യപ്പനെ പോയി കാണുന്നതാണ് മനസ്സിന് ഏറ്റവും സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനമുണ്ടാവും, നിങ്ങളുടെ അടുത്തുള്ളവർക്കും പ്രയോജനമുണ്ടാവും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നേക്കായും അറിവുള്ളവരല്ലേ, ലോകത്തിനെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവരല്ലേ. ആരെയും ഞാൻ ചെറുതായിട്ട് കാണില്ല. എന്നേക്കായും ബിരുദങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്കായും ബിരുദം ഈ സ്വാമിക്കുകയാണ്. ഞാനതാ കഴിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ചേട്ടനോട് യാത്ര പറഞ്ഞ് നടപ്പ് തുടങ്ങി. പറയാതിരിക്കാനാവില്ല, പുതുശ്ശേരിയാറ്റിലെ മുങ്ങിക്കുളി നൽകുന്ന ഉന്മേഷം നിസ്സാരമല്ല. ശുദ്ധവും ഔഷധഗുണവുമുള്ള ജലം 10 മാസം മനുഷ്യസ്പർശമേൽക്കാതെ കിടക്കുന്നതാണ്. പുതുശ്ശേരിയിൽ ഗേറ്റ് തുറക്കുന്നത് 7 മണിക്കാണ്. ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ നടന്നാൽ കരിയിലാന്തോട് എന്ന ഭാഗത്തേക്കാണ് എത്തുക. ഇതും ഒരു ഇടത്താവളമാണ്. കരിമല കയറ്റം തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ഒരു വിശ്രമമാവാം. വൻ വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ഇവിടം കരിമലത്തോട് എന്നും അറിയപ്പെടുന്നു. എരുമേലിയിൽ നിന്നും പുതുശ്ശേരിയിൽ തങ്ങാതെ പോരുന്നവർ വിരിവെക്കുന്നത് ഇവിടെയാണ്. ഇവിടെ രാത്രി തങ്ങുന്നവർക്ക് മിക്കവാറും ആനയെയും കാണാനാകും. പക്ഷേ ആനക്കൂട്ടം ആരെയും ഇതുവരെ ഉപദ്രവിച്ചതായി പറഞ്ഞു കേട്ടിട്ടില്ല. വർഷങ്ങളായ പതിവല്ലേ, മൃഗങ്ങൾക്ക് പോലും അതൊക്കെ ശീലമാണ്. കരിയിലാന്തോടെന്ന പേര് വന്നതിന് പുറകിലും ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ചെറിയ കാട്ടരുവിയുണ്ട്. ഈ ഒരു അരുവി പോലും തീർത്ഥാടന പാതയിലെ ആചാരമനുഷ്ഠിക്കാനുള്ളതാണ്. തോട് കടക്കുന്നതിന് മുൻപ് ഒരു കരിയില കയ്യിലെടുക്കണം. തോട് കടന്നതിന് ശേഷം ആ കരിയില താഴെയിട്ട് അതിൽ ചവിട്ടി വേണം മറുകരയിലേക്ക് എത്താൻ. കരിയിലയിൽ നിന്നും കാലെടുത്ത് വയ്ക്കുന്നത് കരിമലയിലേക്കാണ്. ശബരിമല യാത്രയിൽ കടന്നു പോവേണ്ട മലകളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒന്നു തന്നെയാണ് കരിമല കയറ്റം.
ഇതിൻ്റെ പേര് തന്നെ അതിൻ്റെ ഭയങ്കരതയെ സൂചിപ്പിക്കുന്നു. ദൂരെ നിന്നും കാണുമ്പോൾ തന്നെ കറുത്തിരുണ്ട മലയുടെ കാഴ്ച മറ്റു മലകളിൽ നിന്നും കരിമലയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ മലയിലെ മണ്ണിൻ്റെ നിറം തന്നെ കറുത്തതാണ്. ധാരാളം കരിവീരന്മാരും ഈ ഭാഗത്തുണ്ട്. ഏത് രീതിയിലായാലും കരിമല എന്ന പേര് ഈ മലയ്ക്ക് വളരെ യോജിക്കുന്നുണ്ട്. 7 തട്ടുകളായിട്ടാണ് കരിമല കിടക്കുന്നത്. കാടിൻ്റെ ഗാംഭീര്യവും അനന്തതയും അനുഭവിച്ചറിയുന്നത് കരിമലയിലാണ്. എവിടെ നോക്കിയാലും ഒരു ഇരുണ്ട പച്ച മാത്രം. ഇലകൾ ഒഴിഞ്ഞ ഭാഗത്തുകൂടി രാവിലെ സൂര്യരശ്മികൾ കടന്നു വരുന്നൊരു കാഴ്ചയുണ്ട്. പശ്ചാത്തലത്തിൽ ശരണം വിളിയോടെ കയറി വരുന്ന അയ്യപ്പന്മാരും കൂടിയാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു അനുഭൂതി ചില്ലറയല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ മരങ്ങളാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. വേരുകളും പാറകളും നിറഞ്ഞ ചെളിമയമുള്ള കുത്തനെയുള്ള ഒരു ഒറ്റയടിപ്പാതയിലൂടെയാണ് കരിമല നടന്നു കയറേണ്ടത്. കരിമല കയറ്റം കഠിനം തന്നെ അയ്യപ്പ എന്നുള്ള ചൊല്ല് എത്ര അർത്ഥവത്താണെന്ന് കയറ്റം കയറി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചും വെള്ളം കുടിച്ചും മാത്രമേ മലമുകളിലേക്ക് കയറാവൂ. വ്രതഭംഗം വന്നവരെ കരിമല കയറ്റിവിടില്ല എന്നും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രഹ്മചര്യ വ്രതം കൊണ്ട് ശരീര മനഃശക്തികൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ വെച്ചാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. 7 തട്ടുകളിൽ ഓരോ ഭാഗത്തും വിശ്രമ സങ്കേതങ്ങളുണ്ടാവും. ഓരോ തട്ടുകളുടെയും തുടക്കത്തിൽ എണ്ണവും എഴുതി വച്ചിട്ടുണ്ട്. അത്യാവശ്യം നിരപ്പായ ഭാഗങ്ങളിലാണ് വിശ്രമ സങ്കേതങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. കരിമലത്തട്ടിൽ 5-ാമത്തെ ഭാഗത്ത് കരിമല ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. കല്ലും മണ്ണും കൊണ്ട് വട്ടത്തിൽ തറ കെട്ടി ഉയർത്തി അതിനു മുകളിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയാടി പട്ടുചുറ്റി നാരങ്ങാമാലയുമൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുൻപിലൊരു ചട്ടിവിളക്കും വാളും ശൂലങ്ങളുമൊക്കെ നാട്ടിവെച്ചിരിക്കുന്നതും കാണാം. ഒരു കാണിക്കടവും. പക്ഷേ ഈ ഭഗവതി ഏത് മൂർത്തിയാണെന്ന് വ്യക്തമല്ല. കഥയിൽ ഒരു കരിമല ഭഗവതിയുടെ കാര്യം പറയുന്നുണ്ട്. അത് വനദുർഗയാണ്. ഒരുപക്ഷെ ഇതാവാം ആ ഭഗവതി. വന്യമൃഗങ്ങൾ നിറഞ്ഞ ആ ഘോര വനത്തിലൂടെ നടന്നു വരുമ്പോൾ ഈ ഭഗവതി വിഗ്രഹം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആശ്വാസം ചില്ലറയല്ല. മുൻപോട്ടുള്ള ഓരോ ഭാഗത്തും കാടിന് കനം വച്ച് വരികയാണ്. ഏതാണ്ട് 9 മണിയോടെ കരിമല മുകളിലേക്കെത്തി. കരിമല 4-ാമത്തെ കോട്ടയാണ്. ഒരു സത്യാധിഷ്ഠിതമായ ദിവ്യസ്ഥാനമാണിത്. കൊച്ചുകിടത്ത സ്വാമിയുടെയും കരിമലനാഥൻ്റെയും കരിമല ഭഗവതി എന്ന വനദുർഗയുടെയും വാസസ്ഥാനമാണിവിടം. വൃക്ഷനിബിഡമായ ഒരു സമതല പ്രദേശമാണിത്. കരിമല കയറ്റം കയറി വരുന്നവർ ഇവിടെ വിശ്രമിക്കാതെ പോവാറില്ല. ഇവിടെ കരിമലനാഥൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ചതുരത്തിലുള്ള ഒരു കരിങ്കൽ തറയിൽ വാളും ഗദയുമേന്തി നിൽക്കുന്ന കരിമലനാഥൻ്റെ വിഗ്രഹം ഒറ്റ നോട്ടത്തിൽ കറുപ്പസ്വാമിയായിട്ടാണ് തോന്നിയത്. ചുറ്റിനും വലിയ വാളുകളും ശൂലങ്ങളുമൊക്കെ നാട്ടിയിട്ടുമുണ്ട്. കൂടാതെ നാളികേരമുടയ്ക്കാനുള്ള മതിൽക്കെട്ടും ശരംകുത്തിയിലേതുപോലുള്ള കാണിക്കമണ്ഡപവും ഉണ്ട്. ശബരിമല യാത്രയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് കാണിക്കമണ്ഡപങ്ങളുടെ ഈ രീതിയിലുള്ള നിർമ്മാണം. ഈ വലിയ മലയുടെ മുകളിൽ മറ്റൊരു വലിയ അത്ഭുതം കൂടിയുണ്ട്. ഈ ഭാഗത്തായി ഒരു കിണറും ഒരു കുളവും കാണാം. ഇത്ര ഉയരമുള്ള മലകളുടെ അടിവാരങ്ങളിലല്ലാതെ ജലലഭ്യത ഉണ്ടാവുക എന്നതും അപൂർവമാണ്. അത്യാവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും ഇതിലുണ്ടാവും. മറ്റൊരത്ഭുതമായി പറയുന്നത് ഇതിൽ വെള്ളമില്ലാതെ വരുന്ന സമയം ഭക്തിയോടെ ശരണം വിളിച്ചുകൊണ്ട് മലർപ്പൊടി തൂവിയാൽ ഉറവക്കണ്ണുകളിൽ നിന്നും വെള്ളം ഊറി വരുന്നത് കാണാമെന്നുള്ളതാണ്. ഇത്രയും കയറ്റം കയറി വരുമ്പോൾ ഇവിടെ ഒരു ജലസ്രോതസ് ഇല്ലാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുളവും കിണറും കരിങ്കല്ല് കെട്ടി അറ്റകുറ്റപ്പണികൾ തീർത്ത് വൃത്തിയാക്കിയത് കൊല്ലവർഷം 1116 പറയുന്നു. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നിധി കാക്കുന്ന ഭൂതങ്ങളെപ്പോലെ സർപ്പങ്ങൾ ഇളകി വന്നുവെന്നും ഓരോ കല്ലുകൾ കെട്ടുന്ന സമയത്തും അവ മാറി മാറി ഇരുന്നു കൊടുത്തു എന്നുമൊക്കെ ഇവിടെയുള്ളവർ പറഞ്ഞു. ഉദയനനുമായുള്ള യുദ്ധകാലത്ത് കരിമല കയറിയെത്തിയ സേനാംഗങ്ങൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ അയ്യപ്പസ്വാമി തൻ്റെ വില്ലും ശരവും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കിണറും കുളവും എന്നാണ് കഥ. കന്നിക്കാരായ അയ്യപ്പന്മാർ കരിമലയിൽ ധർമ്മം ചെയ്യുക, വെടിവെപ്പിക്കുക, നാളികേരമുടയ്ക്കുക, കിണർ കുളം മുതലായവയിൽ മലർപ്പടി തൂവുക എന്നിങ്ങനെ ആചാരങ്ങളുണ്ട്. അയ്യപ്പ സൈന്യം കരിമല കയറി ചെന്ന് കോട്ട തകർത്ത് അതിൻ്റെ മധ്യത്തിൽ വിജയക്കൊടി നാട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വച്ചാണ് കൊച്ചുകൊടുത്ത ദ്വന്ദ്വയുദ്ധത്തിൽ ഉദയനനെ വധിക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ കരിമലയ്ക്ക്. രാവിലെ ഒന്നും കഴിക്കാതെ യാത്ര തുടങ്ങിയതുകൊണ്ട് തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും സ്വാദോടെ ആവി പറക്കുന്ന പുട്ടും കടലയും കഴിച്ചത് ഇവിടെ വച്ചാണ്.
വിരിപ്പന്തലിനുള്ളിൽ പൊറോട്ടയുടെയും മറ്റും പുരോഗമിക്കുന്നു. കേരളീയരുടെ ആഹാര സമ്പ്രദായത്തിൽ പൊറോട്ടയ്ക്ക് ഇത്രയും വലിയ സ്ഥാനമുണ്ടെന്ന് മനസ്സിലായത് ഈ യാത്രയിലാണ്. നല്ല ചൂടോടെ അപ്പപ്പോൾ ഉണ്ടാക്കിത്തരുന്ന ആഹാര സാധനങ്ങളാണ്. സാമാന്യം വൃത്തിയുമുണ്ട്. ഈ മലമുകളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് അവർക്ക് എത്ര കൊടുത്താലും നന്ദി പറഞ്ഞാലും പകരമാവുകയുമില്ല. ഇവിടെ ഒരുപാട് വിരിപ്പന്തലുകളും ഭക്ഷണശാലകളും വനംവകുപ്പിൻ്റെ ഒരു ഓഫീസുമൊക്കെയുണ്ട്. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ഈ യാത്രയിലെ ബുദ്ധിമുട്ടേറിയ മറ്റൊരു ഘട്ടമാണ് കരിമല ഇറക്കം. കരിമല കയറ്റം 7 തട്ടുകളായിട്ടായിരുന്നുവെങ്കിൽ ഇറങ്ങേണ്ടത് ഒറ്റ തട്ടായിട്ടാണ്. കല്ലുകൾ നിറഞ്ഞ് വീതി കുറഞ്ഞ കുത്തിറക്കം. മഴ കൂടി പെയ്താൽ തെന്നി വീഴുമെന്നത് തീർച്ചയാണ്. ചില ഭാഗങ്ങളിൽ പടികളും പിടിച്ചിറങ്ങാൻ കമ്പികളുമൊക്കെ വെച്ചിട്ടുണ്ട്. 60-70 വയസ്സ് കഴിഞ്ഞവരും കുട്ടികളുമൊക്കെ ശരണം വിളിച്ചുകൊണ്ട് നിസ്സാരമായി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോഴാണ് ഭഗവാന്റെ ആ കരുതൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുക. ഏതാണ്ട് 4.5 കിലോമീറ്ററോളം ദൂരമുണ്ട് കരിമല മുകളിൽ നിന്നും പമ്പയിലേക്ക്. പക്ഷേ നടന്നാലും തീരില്ല. പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചിലർ ഒരു മനസാക്ഷിയുമില്ലാതെ കുപ്പിയും കൂടുകളുമൊക്കെ വലിച്ചെറിയുന്നത് കാണാം. അവ പെറുക്കിയെടുക്കാനും ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങളിലേക്കുമുള്ള സാധനങ്ങളുമായി വരുന്നവരാണിത്. ഇങ്ങനെ തലച്ചുമടായി വേണം ഓരോന്നും ഓരോ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ. അഴുതയിൽ നിന്നും വലിയാനവട്ടം വരെയുള്ള നടത്തമാണ് പരമ്പരാഗത പാതയിൽ പ്രധാനം. അയ്യപ്പന്മാരുടെ ഉറക്കെയുള്ള ശരണവിളികളിൽ 18 മലകളും ഭക്തിയിലേക്കും. ചില സ്വാമിമാർ 18 മലകളുടെയും പേരെടുത്ത് പറഞ്ഞ് മലദൈവങ്ങളെ സ്തുതിക്കുന്നതും കാണാം. ശബരിമല, പൊന്നമ്പലമേട്, ഗൗണ്ടൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേട്, ഖൽഗിമല, മാതങ്കമല, മയിലാടുംമേട്, ശ്രീപാദമല, തേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, കരിമല, നീലിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല ഇവയൊക്കെയാണ് 18 മലകൾ. ഉത്തരായന പിറവി അറിയിച്ചുകൊണ്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മകരജ്യോതി ഇതിലേത് മലയിൽ നിന്നാലും തെളിഞ്ഞു കാണാമെന്നാണ് പറയുന്നത്. ഈ ഇറക്കം ഇറങ്ങിച്ചെല്ലുന്നത് വലിയാനവട്ടത്തേക്കാണ്. ഈ ഒരു തോടുകൂടി കടന്നാൽ പിന്നെ പമ്പാതീരത്തുകൂടിയാണ് യാത്ര. കുറച്ച് സമയത്തെ യാത്ര ചെന്ന് അവസാനിച്ചത് വിശാലമായ ഒരു മൈതാനത്തേക്കാണ്. വലിയാനവട്ടം എന്ന പേര് ഈ പ്രദേശത്തിന് എന്തുകൊണ്ടും യോജിക്കും. എല്ലായിടവും പുതിയ പുതിയ വിരിപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മകരവിളക്ക് കാലത്ത് ഇവിടം ഒരു ജനസമുദ്രമായിരിക്കും. ഇവിടം വരെ വാഹനങ്ങളും എത്തും. ഇവിടെ നിന്നും ഇനി 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ പമ്പയിലേക്ക്. ഇടയ്ക്കൊരു ട്രാക്ടർ സാധനങ്ങളുമായി പോകുന്നതും കണ്ടു. ഈ ഒരു ഭാഗമാണ് ചെറിയാനവട്ടം. അങ്ങനെ 50 കിലോമീറ്ററോളം നീണ്ട കാനനയാത്രയ്ക്ക് ശേഷം പമ്പയിലേക്ക് എത്തിച്ചേർന്നു. അവിടെയുള്ള ഒരു വിരിപ്പന്തലിൽ കെട്ടൊക്കെ ഇറക്കി വെച്ച് ഊണും കഴിച്ച് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം കുളിക്കാനായി പമ്പാ നദിയിലേക്ക് പോയി. ഉച്ചസമയമായിട്ട് പോലും അസാധ്യമായ തിരക്കാണ് പമ്പയിൽ. പമ്പാതീരം ഇപ്പോൾ തീർത്ഥാടന കാലത്ത് തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ പ്രതീതിയിലേക്കായി. വളരെയധികം ഭക്ഷണശാലകൾ, വിരിപ്പന്തലുകൾ, മറ്റു കടകൾ, ദേവസ്വം ബോർഡിൻ്റെയും വനം വകുപ്പിൻ്റെയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും ഗസ്റ്റ് ഹൗസുകൾ, ധാരാളം ശുചിമുറി സൗകര്യങ്ങൾ. പക്ഷേ ഇത്രയുമൊക്കെ ചെയ്തു കൊടുത്താലും നമ്മളത് വൃത്തിയായി സൂക്ഷിക്കില്ല. പറ്റിയാൽ വഴിയരികിൽ തന്നെ കാര്യം സാധിക്കുമെന്ന വാശി. പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങുമ്പോൾ കിഴക്കു ഭാഗത്തുള്ള പാലത്തിന് താഴെ കുളിക്കുകയാണ് നല്ലത്. കാരണം കൂടുതൽ ആളുകളും താഴെയുള്ള ഭാഗത്താണ് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വെള്ളം കുറച്ചുകൂടി നല്ലതായിരിക്കും. മലയിറങ്ങി വരുന്നവർ നദിയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളിങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. വസ്ത്രങ്ങൾ നദിയിൽ ഉപേക്ഷിക്കരുത് എന്നാണ് നിയമമെങ്കിലും അന്യസംസ്ഥാന സ്വാമിമാർക്കും ചില കേരളീയർക്കും ഇതൊന്നും ബാധകമല്ല. ശബരിമല യാത്രയിൽ പിതൃക്കളെ മറക്കരുത്. പമ്പയിലെ സ്നാനം കഴിഞ്ഞാൽ പമ്പ ത്രിവേണിയിൽ ബലിയിടാം. തീർത്ഥാടന കാലത്ത് മുഴുവൻ സമയവും ഇവിടെ കർമ്മികളുണ്ടാവും. ഇവിടെ ധാരാളം ബലിപ്പന്തലുകളുമുണ്ട്.
മറവപ്പടയുമായുള്ള യുദ്ധത്തിൽ മരിച്ച സേനാംഗങ്ങൾക്ക് അയ്യപ്പസ്വാമിയും കൂട്ടരും ത്രിവേണിയിൽ കുളിച്ച് ബലിയിട്ട് പമ്പാസദ്യയും ദാനവും നടത്തിയതിനു ശേഷമാണ് ശബരിമല കയറിയത് എന്ന ഐതിഹ്യമാണിതിന് പിന്നിൽ. രാമലക്ഷ്മണന്മാർ ശബരിക്ക് മോക്ഷം നൽകിയതിനു ശേഷം പമ്പാതീരത്ത് ബലിതർപ്പണം നടത്തിയെന്ന കഥയും നിലവിലുണ്ട്. പമ്പാ നദിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ. പെരിയാറും ഭാരതപ്പുഴയും കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ മൂലം പുണ്യനദിയായി മാറിയ പമ്പയെ ദക്ഷിണ ഗംഗയെന്നും വിളിച്ചു വരുന്നു. പമ്പാ നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീരിമേട്ടിലെ പുളച്ചിമലയിലാണ്. പിന്നീടിത് റാന്നി, പത്തനംതിട്ട, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കുട്ടനാട്, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ എന്നിവിടങ്ങളിലൂടെ ഏകദേശം 176 കിലോമീറ്ററോളം ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ വെച്ച് പോഷക നദികളായ അച്ചൻകോവിലാറും മണിമലയാറും പമ്പയിൽ ചേരുന്നു. കൂടാതെ ഒട്ടേറെ നീർച്ചാലുകളും കാട്ടരുവികളും വിവിധ ഭാഗങ്ങളിൽ വെച്ച് പമ്പയിലേക്ക് ചേരുന്നുണ്ട്. പമ്പ ത്രിവേണിയിൽ വെച്ച് കക്കിയാറും ഞുണങ്ങാറും പമ്പയിലേക്ക് ചേരുന്നു. പമ്പയിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ മലകയറ്റം ആരംഭിക്കാം. സന്നിധാനത്തേക്കുള്ള ആദ്യ സ്ഥാനം പമ്പ ഗണപതി കോവിലാണ്. താഴെയുള്ള പടികളിൽ കർപ്പൂരം കത്തിച്ച് തൊട്ടുവണങ്ങി പടികൾ കയറി മുകളിലെത്തി നാളികേരമുടച്ച് വിഘ്നങ്ങൾ അകറ്റുവാൻ ഗണപതിയെ തൊഴുത് കാണിക്കയിട്ട് ഉപദേവന്മാരെയും തൊഴുതാണ് മലകയറ്റം ആരംഭിക്കുന്നത്. ശിവൻ, പാർവതി, ശ്രീരാമൻ, ഹനുമാൻ സ്വാമി, നാഗപ്രതിഷ്ഠകൾ എന്നീ ഉപദേവന്മാരും ഇവിടെയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രം ദിവസവും തുറക്കും. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ഇവിടെ വന്ന് തൊഴാം. എങ്കിലും അത് തീർത്ഥാടന കാലത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഏറെ പഴക്കമുള്ള ക്ഷേത്രമല്ല ഇത്. 1950-ലെ തീപിടുത്തത്തിന് ശേഷമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്നു. എങ്കിലും പണ്ട് മുതലേ ഗണപതി വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഗണപതി കോവിലിൽ നിന്നും അല്പം മുകളിലേക്ക് കയറി താഴേക്കിറങ്ങുമ്പോൾ അവിടെ ഇടതുവശത്തായി പന്തള രാജാവിൻ്റെ ഒരു സ്ഥാനമുണ്ട്. ഇവിടെ രാജകുടുംബാംഗത്തെ പ്രതിനിധീകരിച്ച് ഒരാളുണ്ടാവും. അവിടെ കാണിക്ക് സമർപ്പിച്ച് പ്രസാദം വാങ്ങി വേണം യാത്ര തുടരാൻ. എന്നെപ്പോലെ തന്നെ പന്തള രാജാവിനെയും കരുതി പൂജിക്കുന്നവർക്ക് എന്നെ പൂജിക്കുന്നത് പോലുള്ള ഫലമുണ്ടാകും എന്ന ഭഗവാന്റെ അരുളപ്പാടിനെ സ്വാർത്ഥകമാക്കുകയാണിവിടെ. ഇവിടെ നിന്നും താഴേക്കിറങ്ങി നീലിമല കയറ്റം തുടങ്ങാം. ഇവിടെ വഴി രണ്ടായി പിരിയും. നീലിമല വഴി പരമ്പരാഗത പാതയും വലത്തേക്ക് തിരിഞ്ഞാൽ സ്വാമി അയ്യപ്പൻ റോഡും. 70കളിൽ ഇറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന ചലച്ചിത്രത്തിൻ്റെ ലാഭം ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാതാവ് മെരിലാൻഡ് സുബ്രഹ്മണ്യം പണി കഴിപ്പിച്ചതാണ് ഈ റോഡ്. ട്രാക്ടറുകളും വാഹനങ്ങളുമൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. എങ്കിലും ഇപ്പോൾ നീലിമല പാതയുടെ നവീകരണം കഴിഞ്ഞതോടെ ഒരു വശത്തുകൂടി ജീപ്പുകൾക്ക് പോകാവുന്ന രീതിയിൽ ഈ പാത പരിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വശം മുഴുവനും ആളുകൾക്ക് കയറിപ്പോകാനുള്ള പടികളും. അതുകൊണ്ട് തന്നെ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നുള്ള ചൊല്ല് ഇപ്പോൾ ഒരു ചൊല്ലു മാത്രമായി മാറിയിരിക്കുന്നു. മിക്കവാറും ഭാഗങ്ങളിൽ ശുചിമുറികളും നടപ്പന്തലുകളുമൊക്കെ പുതിയതായി സ്ഥാപിച്ചിട്ടുമുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല. വർദ്ധിച്ചു വരുന്ന തിരക്കിനനുസൃതമായി മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. ഇപ്പോൾ തന്നെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ചില സമയങ്ങളിൽ ഇതൊന്നും പോരാതായി. അത്രയ്ക്കുണ്ട് ജനത്തിരക്ക്. അഴുതമേട്, കരിമല പോലെ തന്നെയുള്ള ഒരു കുത്തുകയറ്റമാണ് നീലിമലയും. നീലിമല കയറ്റം അവസാനിക്കുന്ന ഭാഗമാണ് അപ്പാച്ചിമേട്. ഇവിടെ ഇടത്തും വലത്തുമായി അപ്പാച്ചിക്കുഴി, ഇപ്പാച്ചിക്കുഴി എന്ന് വിളിക്കുന്ന 2 അഗാധ ഗർത്തങ്ങളുണ്ട്. ഇവിടെ അരിയുണ്ട എറിയുക എന്നൊരു ചടങ്ങുണ്ട്. ഭൂതനാഥസ്വാമിയുടെ ആജ്ഞാനുവർത്തിയായ കടൂരവൻ എന്ന മൂർത്തി ഇവിടെയുള്ള ദുർദേവതകളെ അടക്കി നിർത്തി പരിപാലിക്കുന്നു എന്നും അവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് അരിയുണ്ട എറിയുന്ന ചടങ്ങ് എന്നുമാണ് സങ്കല്പം. അപ്പാച്ചിമേട്ടിൽ നിന്നും കുറച്ചു ദൂരം ചെല്ലുമ്പോൾ വലിയ വൃക്ഷങ്ങൾ അങ്ങിങ്ങായി നിൽക്കുന്ന അല്പം തുറസായ ഒരു സ്ഥലം കാണാം. ഇവിടെയാണ് ശബരി ഇരുന്ന് തപസ് ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ശബരിപീഠം എന്നൊരു സ്ഥാനമുണ്ട്. ഇവിടെ നാളികേരമുടച്ച് കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചു വേണം യാത്ര തുടരാൻ.
പക്ഷേ ചില അയ്യപ്പന്മാർ ഇവിടെയുള്ള വൃക്ഷത്തിൽ ശരം കുത്തുന്നതും കാണാം. ഇതാണ് ശരം കുത്തി എന്ന് കരുതിയിട്ടാണോ അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നും അറിയില്ല. ന്യായമായും നടന്നിരിക്കുന്നത് ഇതാവും. ഒറ്റ നോട്ടത്തിൽ ശരംകുത്തിയുടെ ഒരു ഛായയുണ്ട് ശബരിപീഠത്തിന്. ഇടയ്ക്ക് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഇവിടെ ശരം കുത്തിയിട്ടുമുണ്ടാവും. പിന്നാലെ അതൊരാചാരമായി മാറിയതുമാവാം. വനത്തിനുള്ളിലെ 7 കോട്ടകളിൽ 5-ാമത്തേതാണ് ശബരിപീഠം. ശബരിപീഠത്തിൽ നിന്നും മുൻപോട്ട് ചെല്ലുന്നത് മരക്കൂട്ടം എന്ന ഭാഗത്തേക്കാണ്. ഇവിടെ വഴി 2ആയിട്ട് തിരിയുന്നുണ്ട്. ഇടതുവശത്തേക്ക് പോയാൽ ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്തേക്കെത്താം. വലത്തേക്ക് പോയാൽ ശരംകുത്തി വഴിയും. പക്ഷേ പരമ്പരാഗത പാത ശരംകുത്തി വഴിയാണ്. പമ്പയിലേക്ക് പോകുന്ന സ്വാമി അയ്യപ്പൻ റോഡും ഈ ഭാഗത്തു നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. പേര് പോലെ തന്നെ വൻമരങ്ങൾ നിറഞ്ഞ ഒരിടമാണ് മരക്കൂട്ടം. പമ്പയിൽ നിന്ന് പോരുന്ന വഴികളിലെ ഏറ്റവും മനോഹരമായ ഭാഗവും മരക്കൂട്ടമാണ്. ചെറിയൊരു കയറ്റം കയറി ചെല്ലുന്ന ഭാഗമാണ് ശരംകുത്തി. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തിൻ്റെ പൗരാണികതയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ചുറ്റിനും വലിയ വലിയ കെട്ടിടങ്ങളും. ആധുനികത എല്ലായിടത്തേക്കും വന്നു കഴിഞ്ഞു. മുൻപേ പറഞ്ഞതുപോലെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേ പറ്റൂ. ഇവിടെ ഒരു സ്ഥാനമുണ്ട്. വനത്തിനുള്ളിലെ 6-ാമത്തെ കോട്ടയാണ് ശരംകുത്തി. ഉദയനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ച അയ്യപ്പസ്വാമിയും സംഘാംഗങ്ങളും അവരുടെ ശരങ്ങളും മറ്റായുധങ്ങളും ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി. എരുമേലിയിൽ പേട്ടതുള്ളി കന്നി അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരക്കോൽ നിക്ഷേപിക്കുന്നതും ശരംകുത്തിയിലാണ്. പന്തളരാജാവിൻ്റെ ആഗ്രഹപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥാനം സൂചിപ്പിച്ചുകൊണ്ട് അയ്യപ്പസ്വാമി എയ്ത അമ്പ് വന്നു പതിച്ചതും ശരംകുത്തിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരംകുത്തിയിൽ നിന്നും മുൻപോട്ട് നടന്നു തുടങ്ങുമ്പോൾ തന്നെ സന്നിധാനത്തു നിന്നുള്ള ബഹളങ്ങളും വെടിശബ്ദങ്ങളുമൊക്കെ കേട്ടു തുടങ്ങും. സ്വാഭാവികമായും നമ്മുടെ നടത്തത്തിന് വേഗതയേറും. ലക്ഷ്യത്തിലേക്ക് അടുത്തതിൻ്റെ സന്തോഷം. ചന്ദ്രാനന്ദൻ റോഡ് വഴി വരുന്നതും ശരംകുത്തി വഴി വരുന്നതുമായ പാതകൾ ചെന്നു ചേരുന്നത് 18-ാം പടിക്ക് താഴെയുള്ള വലിയ നടപ്പന്തലിലേക്കാണ്. 10,000-കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാനാവുന്ന ഒരു പന്തലാണിത്. ഇവിടെ നിന്നും പടികൾ കയറി ചെല്ലുന്നത് 18-ാം പടിക്കിലേക്കാണ്. ഇവിടെ ഇടതുവശത്തായി വലിയൊരാഴിയും സമീപത്തായി വലിയൊരാലും നിൽപ്പുണ്ട്. ഈ ആൽമരത്തോളം ഉയരത്തിൽ അഗ്നി ജ്വലിച്ചാലും ഇതിലെ ഇലകൾ വാടാറില്ല. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആഴിയിലെറിഞ്ഞ് നാളികേരം ദഹിപ്പിക്കുന്നതെന്ന്. കാരണം ഒരു സീസണിൽ തന്നെ ആഴിയിൽ ടൺ കണക്കിന് നാളികേരമാണ് നിക്ഷേപിക്കുന്നത്. കണക്കെടുത്താൽ സന്നിധാനത്ത് ആ ഒരു തീർത്ഥാടനകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള എണ്ണ ഈ നാളികേരം ആട്ടിയെടുത്താൽ കിട്ടും. ഒരുപക്ഷെ അതിലും കൂടുതലും. മാസപൂജാ സമയത്തും മണ്ഡലകാലത്തും വിശേഷാവസരങ്ങളിലും ക്ഷേത്രനട തുറന്ന് വിളക്ക് തെളിച്ചാൽ അടുത്ത ചടങ്ങ് ഈ ആഴിയിലേക്ക് അഗ്നി പകരുക എന്നുള്ളതാണ്. ഇതിനു ശേഷമേ ഭക്തരെ 18-ാം പടി ചവിട്ടാൻ പോലും അനുവദിക്കുകയുള്ളൂ. ഇതിനു പുറകിലെ സങ്കല്പം അന്വേഷിച്ചെങ്കിലും കൃത്യമായ ഉത്തരം കിട്ടിയില്ല. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: കഠിന വ്രതം നോറ്റ് അയ്യപ്പ ഭക്തന്മാർ കൊണ്ടുവരുന്ന നാളികേരങ്ങളിൽ നിറച്ചിരിക്കുന്ന നെയ്യ് അവനവൻ്റെ ജീവാത്മാവായിട്ടാണത്രേ സങ്കല്പിക്കുക. 18-ാം പടി കയറി ഭഗവാനെ തൊഴുത് ഈ നാളികേരം പൊട്ടിച്ച് ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിക്കാനായി കൊടുക്കുന്നു. തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ അഹങ്കാരത്തെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നതാണത്ര ഇതിന് പിന്നിലുള്ള സങ്കല്പം. നെയ്യ് നീക്കിയതിന് ശേഷമുള്ള നാളികേരത്തിൻ്റെ ഒരു മുറി ഈ ആഴിയിൽ നിക്ഷേപിക്കുകയും മറ്റേ മുറി പ്രസാദമായി വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റൊരു കാര്യമാണ് തോന്നുന്നത്. ഈ ആഴി കത്തിച്ചു തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ടാവും. ശബരിമലയിൽ ഇക്കഴിഞ്ഞ 50-ഓ 60-ഓ വർഷങ്ങൾക്കിടയിലാണ് ഇത്രയും പുരോഗതിയും മറ്റും ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും കാട് തന്നെയായിരുന്നു ഇവിടം. മാസപൂജകൾക്ക് മറ്റുമായി നട തുറക്കുന്ന സമയത്ത് വന്യമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷ ഉദ്ദേശിച്ചാവും ആഴി കത്തിച്ചു തുടങ്ങിയത്. അന്ന് ജീവനക്കാരുടെ താമസവും ഈ ആഴിക്ക് സമീപമായിരുന്നിരിക്കാം. ആഴി കെടാതിരിക്കാനുള്ള മാർഗം എന്ന നിലയ്ക്കാവാം കാലക്രമത്തിൽ നെയ്ത്തേങ്ങകളുടെ ഒരു മുറി ഇതിൽ നിക്ഷേപിക്കുക എന്ന രീതി കൊണ്ടുവന്നത്. കാരണം പച്ചത്തേങ്ങ ദീർഘനേരം കത്തി നിൽക്കും എന്നതും ഒരു കാരണമാവാം. പണ്ട് മുകളിലെ ഗണപതി നടയ്ക്ക് മുന്നിലായിരുന്നു ഈ ഒരു അഗ്നികുണ്ഡം. എന്നാൽ തിരക്ക് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ട് ഈ അഗ്നികുണ്ഡം 18-ാം പടിക്ക് താഴെ തെക്ക് കിഴക്കേ കോണിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഒരു മുറി ഗണപതിക്ക് മുൻപിൽ ഹോമിക്കുക എന്നതും ഒരു സങ്കല്പമുണ്ടായിരുന്നിരിക്കാം.
ഭൂതനാഥ സർവസ്വത്തിൽ ഗണപതി ഹോമം എന്ന നിലയിലാണ് ഈ ഒരു ചടങ്ങിനെ കാണുന്നത്. അടുത്തതായി സ്വാമിയെ ദർശിക്കാനുള്ള പുറപ്പാടാണ്. ഇരുമുടിക്കെട്ടിൽ കരുതിയിട്ടുള്ള നാളികേരത്തിൽ ഒന്നെടുത്ത് 18-ാം പടിക്ക് വലതുവശത്ത് നാളികേരം ഉടയ്ക്കാനുള്ള ഭാഗത്ത് എറിഞ്ഞുടച്ച് പടിയിൽ തൊട്ടു തൊഴുതതിന് ശേഷം പടികൾ കയറുക. ഇവിടെ 18-ാം പടിയുടെ വലതുവശത്തായി കറുപ്പസ്വാമിയുടെ ഒരു ശ്രീകോവിലുണ്ട്. കൂടെ കറുപ്പായമ്മയുടെ പ്രതിഷ്ഠയും. ഇടതുവശത്തായി വലിയ കടുത്ത സ്വാമിയുടെ ശ്രീകോവിലാണ്. ദിവ്യശക്തികളുള്ള ഈ വനദേവതകൾ അയ്യപ്പസ്വാമിയെ തൻ്റെ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചവരാണ്. മലബാര സമ്പ്രദായത്തിലുള്ള സമർപ്പണങ്ങളാണ് ഇവിടെ പ്രധാനം. 18 പടികളും കയറി മുകളിലെത്തുന്ന ഭക്തരെ സ്വീകരിക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണ്. ഈശ്വരനും ഭക്തനും ഒന്നാകുകയാണിവിടെ. ദിവസങ്ങൾ നീണ്ട കഠിന വ്രതങ്ങൾക്കവസാനം കലിയുഗവരദനെ ദർശിക്കുന്ന പുണ്യനിമിഷം. ഒരു നിമിഷത്തേക്ക് ദർശനം സാധിക്കുകയുള്ളൂവെങ്കിലും അതിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. ഭഗവാനെ തൊഴുത് ഇടത്തോട്ട് നീങ്ങി കന്നിമൂല ഗണപതിയെയും പുറകിലുള്ള നാഗരാജാവിനെയും തൊഴുത് കെട്ടുകൾ ഇറക്കി വെച്ച് നെയ്ത്തേങ്ങകൾ ഉടച്ച് നെയ്യഭിഷേകത്തിനും വഴിപാടുകൾക്കുമൊക്കെ കൊടുത്തതിന് ശേഷം മാളികപ്പുറത്തേക്ക് പോവുക. ഇവിടെ നിന്നും ഏകദേശം 100-150 മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം. ഫ്ലൈ ഓവർ വഴിയാണ് അങ്ങോട്ടേക്ക് പോവുക. മാളികപ്പുറത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ശ്രീകോവിലിന് ചുറ്റും നാളികേരം ഉരുട്ടുക എന്നുള്ളത്. കൂടാതെ വെറ്റിലപാക്ക്, മഞ്ഞൾപ്പൊടി, കുങ്കുമം എന്നിവ സമർപ്പിക്കുകയും വെടിവഴിപാട് നടത്തുകയും ചെയ്യാവുന്നതാണ്. പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരദേവതയായ മധുരമീനാക്ഷി ദേവിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണ കാലത്ത് പന്തള രാജാവ് സന്നിധാനത്ത് താമസിച്ച കാലത്ത് ഉപാസനകൾക്കായി ദേവിയെ പ്രതിഷ്ഠിച്ചതാവാനും വഴിയുണ്ട്. ദുർഗാദേവിയുടെ പൂജകളാണ് ഇവിടെ നടത്തി വരുന്നത്. പന്തള രാജാവിൻ്റെ സങ്കേതം മാളികപ്പുറത്തിന് തൊട്ടു പുറകിലുമാണ്. മാളികപ്പുറത്തമ്മയെ ബന്ധിച്ച് മറ്റു പല ഐതിഹ്യങ്ങളും കേട്ടിട്ടുമുണ്ടല്ലോ. മാളികപ്പുറത്തമ്മയുടെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാണ് കൊച്ചുകടുത്ത സ്വാമിയുടെ ശ്രീകോവിലും സ്ഥിതി ചെയ്യുന്നത്. കൊച്ചുകടുത്ത സ്വാമിക്ക് കദളിപ്പഴം, വറപടി, അവൽ, മലർ, ശർക്കര, മുന്തിരി, കൽക്കണ്ടം എന്നിവയൊക്കെയാണ് വഴിപാടുകൾ. മാളികപ്പുറത്തിന് തെക്ക് പടിഞ്ഞാറായിട്ടാണ് മണിമണ്ഡപം. ഇവിടെയാണ് മകരവിളക്ക് കാലത്ത് കളമെഴുത്തും പാട്ടുമൊക്കെ നടത്തുന്നത്. മണ്ഡപത്തിനുള്ളിൽ ഒരു പീഠവും വിളക്കുമൊക്കെ കാണാം. ആളുകൾ ഇവിടെ മണ്ഡപത്തിന് ചുറ്റും ഭസ്മം തൂവി പോകുന്നതും കാണാറുണ്ട്. അയ്യപ്പസ്വാമി ആദ്യമായി വന്നിരുന്ന സ്ഥാനമാണിതെന്നും ക്ഷേത്ര നിർമ്മാണ ശേഷം അയ്യപ്പസ്വാമി ആദിശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നും പറഞ്ഞു വരുന്നു. ഭഗവാനെ ജീവസമാധിയിൽ നിന്നും ഉണർത്തിയതിനു ശേഷം മകരം 1 മുതൽ 5 വരെ ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തുകയും അതിനുശേഷം ഭഗവാനെ 18-ാം പടിയുടെ താഴേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി നായാട്ട് വിളിക്ക് ശേഷം തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പൂജകൾക്ക് ശേഷം കളം മായ്ക്കുകയും ചെയ്യും. മകരം 5-ന് പക്ഷേ ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളുന്നത്. പണ്ട് ശബരിമല ഉത്സവം മകരം 1 മുതൽ 5 വരെയായിരുന്നു. അന്ന് അത്താഴപൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിന് മുൻപിൽ മലദൈവങ്ങൾക്കായി ഗുരുതിയും പതിവുണ്ട്. മകരം 6-ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ മാളികപ്പുറത്ത് വടക്ക് ഭാഗത്തും ഗുരുതി പതിവുണ്ട്. മണ്ഡല മകരവിളക്ക് കാലത്ത് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന അവസാനത്തെ ചടങ്ങാണിത്. മണിമണ്ഡപത്തിന് വടക്കായി നാഗരാജാവിൻ്റെയും നാഗേക്ഷിയുടെയും പ്രതിഷ്ഠകളാണ്. അതിനുമപ്പുറം നവഗ്രഹങ്ങൾ. അതിന് സമീപമായി മലദൈവങ്ങളുടെ ഇരിപ്പിടമാണ്. ഇനിയുള്ള ഒരു സ്ഥാനം താഴെയുള്ള ഭസ്മക്കുളമാണ്. തപസ്വിനിയായിരുന്ന ശബരി യോഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം എന്ന് പറഞ്ഞു വരുന്നു. അയ്യപ്പന്മാർ ഇവിടെ കുളിക്കുകയും പതിവാണ്. 18-ാം പടിക്ക് താഴെ വടക്ക് കിഴക്കായിട്ടാണ് വാവരുടെ നട. വാവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മണ്ഡലവ്രതാരംഭം മുതൽ മകരവിളക്ക് കഴിയുന്നതുവരെ ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകാനായി ഉണ്ടാവും. കാണിക്കയിടുന്നതിന് പുറമെ നെല്ല്, കുരുമുളക്, ചന്ദനം, സാമ്പ്രാണി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ വഴിപാടായി ഇവിടെ സമർപ്പിക്കുന്നു. മാളികപ്പുറത്ത് പുറകുവശത്തായി പറകൊട്ടി പാടുന്നവരെയും കാണാം. ഇതിന് പുറകിലും ചില കഥകളുണ്ട്. മഹാദേവൻ മലവേടനായി വന്ന് പറകൊട്ടിപ്പാടി അയ്യപ്പസ്വാമിയുടെ ദോഷം തീർത്തു എന്നാണ് സങ്കല്പം. മാളികപ്പുറത്ത് പറകൊട്ടിപ്പാട്ട് ഇന്നും നടന്നു വരുന്നു. പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടിപ്പാട്ടിൻ്റെ സ്ഥാനീയർ. സർവദോഷ പരിഹാരത്തിനായി തലമുറകളായി കൈവന്ന പാട്ടുകൾ അവർ പറകൊട്ടിപ്പാടുന്നു. പറകൊട്ടിപ്പാടുമ്പോൾ കേശാധിപാതം എന്ന മന്ത്രമാണ് പാട്ട് രൂപത്തിൽ പാടുക. മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും
പിന്നിലിരുന്ന് പാടുന്നയാളെ മഹാദേവനുമായാണ് സങ്കല്പിക്കുക. പാട്ടിന് ശേഷം ഭക്തൻ്റെ ശിരസിൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം തൊടുവിച്ച് അനുഗ്രഹിക്കും. ഇതോടെ ആ ഭക്തൻ്റെയും കുടുംബത്തിൻ്റെയും സർവ്വദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം. ശബരിമല ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് തീപിടുത്തവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടായപ്പോൾ പന്തളം രാജാവ് ദേവപ്രശ്നം വെച്ച് നോക്കുകയും പരിഹാരമായി വേലന്മാരെ കൊണ്ട് പറകൊട്ടി പാടിക്കണമെന്ന് ദേവഹിതത്തിൽ തെളിഞ്ഞതായും പറയുന്നു. ഇതോടെയാണത്രേ ശബരിമലയിൽ പറകൊട്ടിപ്പാട്ട് തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് 18-ാം പടിക്ക് താഴെയായിരുന്നു ഈ പറകൊട്ടിപ്പാട്ട് നടന്നിരുന്നത്. പിന്നീടാണിത് മാളികപ്പുറത്തിന് പുറകുവശത്തേക്ക് മാറ്റിയത്. മാളികപ്പുറത്ത് ദർശനം കഴിഞ്ഞ് പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തജനങ്ങൾ ഏറെയാണ്. സന്നിധാനത്ത് നിന്നും ഏതാണ്ട് 7 മണിയോടുകൂടി മടക്കയാത്ര ആരംഭിച്ചു. സന്ധ്യാസമയത്ത് ആഴിയുടെയും വൈദ്യുതി വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൽ 18-ാം പടിക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ശബരിമലയെപ്പറ്റി ഇനിയും ധാരാളം പറയാനുണ്ടെങ്കിലും തൽക്കാലം നിർത്തുന്നു. വാവരസ്വാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. കുറച്ച് വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷം വാവരസ്വാമിയുടെ കഥകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. టికెట్ పొంది తర్వాత